തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഷെഡിലുണ്ടായ തീപിടുത്തത്തിന് കാരണം വൈദ്യുതി ലൈൻ അല്ല എന്ന വിശദീകരണവുമായി റെയിൽവേ. വൈദ്യുതി ലൈനിൽ സ്പാർക്ക് ഉണ്ടായെന്ന് കരാർ ജീവനക്കാർ പറഞ്ഞത് തെറ്റായ അവകാശവാദമാണ്. സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷന്റെയോ മറ്റ് തദ്ദേശ സ്ഥാപനത്തിന്റെയോ അനുമതി ആവശ്യമില്ല എന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. സൂരജ്, ഇന്നലെയുണ്ടായ ഈ തീപിടുത്തത്തിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ഒപ്പം തന്നെ ഇത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കൂടിയായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് നടന്ന ഒരു സംഭവമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയിൽവേയുടെ വിശദീകരണം? പ്രവിത, ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക അന്വേഷണം ഇന്നലെ റെയിൽവേ നടത്തിയിരുന്നു. റെയിൽവേയുടെ ഉദ്യോഗസ്ഥരടക്കം ചേർന്ന് നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് റെയിൽവേ ഇപ്പോൾ ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ പാർക്കിങ്ങിലുണ്ടായിരുന്ന ജീവനക്കാരടക്കം ഈ സംഭവത്തിന് ശേഷം നൽകിയിരിക്കുന്ന മൊഴി ഈ റെയിൽവേയുടെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീപ്പൊരി വീണാണ് ഈ സ്കൂട്ടറിന് തീ പിടിച്ചത് എന്നുള്ള തരത്തിലുള്ള മൊഴിയായിരുന്നു അവർ നൽകിയത്. പക്ഷെ അത് തീർത്തും തള്ളുകയാണ് റെയിൽവേ. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇലക്ട്രിക് ലൈനിനുമായി പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഓവർഹെഡ് ലൈനിൽ നിന്നോ മറ്റ് റെയിൽവേ ഇലക്ട്രിക് സാമഗ്രികളിൽ നിന്നോ തീ പിടിച്ചിട്ടില്ല. വൈദ്യുത ലൈനിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായതായി കരാർ ജീവനക്കാർ നടത്തിയ അവകാശവാദം തെറ്റാണെന്ന് കൂടി റെയിൽവേ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തോടൊപ്പം റെയിൽവേയും വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചതായും ദക്ഷിണ റെയിൽവേ അറിയിക്കുന്നുണ്ട്. നഷ്ടം നേരിട്ടവരെ സഹായിക്കാൻ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചതായും റെയിൽവേ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തൃശൂർ കോർപ്പറേഷൻ പറഞ്ഞത് ഈ പാർക്കിംഗ് ഏരിയ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും അനുമതി വാങ്ങിയിട്ടില്ലാത്തായിരുന്നു. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ ഇവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. പക്ഷെ റെയിൽവേ പറയുന്നത് സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷന്റെയോ മറ്റ് തദ്ദേശ സ്ഥാപനത്തിന്റെയോ അനുമതി ആവശ്യമില്ല എന്നുള്ളതാണ് റെയിൽവേ വിശദീകരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ആക്ടിലും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ബിൽഡിംഗ് ആക്ടിലെയും വ്യവസ്ഥകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പും ആശയവിനിമയവും ലഭിച്ചിട്ടില്ല എന്നുകൂടി ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. പ്രവിത, എന്തായാലും നിലവിൽ പോലീസ് അന്വേഷണം ഇത് സംബന്ധിച്ച് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.